എല്ലാവർക്കും നമസ്കാരം. ITI കേരള ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ അടുത്തായിട്ട് ഇന്ന് സെക്കൻഡ് ഇയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാണിച്ചിരിക്കുന്നതാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ നമ്മൾ 1 by 1 ആയിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മൂന്നിനും 10 മാർക്ക്. ലാസ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യന് 20 മാർക്ക്. അത് അസംബ്ലി ഡ്രോയിങ്ങിൽ നിന്നുള്ള. ഓക്കെ, അങ്ങനെ ടോട്ടൽ 50 മാർക്കിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇത്തവണയും ചോദിക്കുന്നത്. ഡ്യൂറേഷൻ 3 മണിക്കൂർ, അതിന് 3 മണിക്കൂറും കൊണ്ട് സാവകാശം ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ അത്രയും സമയമൊന്നും വേണ്ട. അത്യാവശ്യം അറിയാവുന്നവർക്ക് പെട്ടെന്ന് തന്നെ 1-1.5 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ ദി ഫ്രീ ഹാൻഡ് സ്കെച്ച് ഓഫ് എ സിംഗിൾ വി ബട്ട് വെൽഡ്. നമുക്ക് സിലബസിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലാണെങ്കിൽ പൈപ്പ് ജോയിൻസും വെൽഡഡ് ജോയിൻസും ഒക്കെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് പറയുന്നത്. സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ സ്കെച്ചസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊന്ന് വരയ്ക്കാം. ഇത് സിംഗിൾ വി ബട്ട് വെൽഡാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ആദ്യം നിങ്ങൾ സ്കെയിൽ കൊണ്ട് തന്നെ വരയ്ക്കാം. ഞാൻ സ്കെയിൽ ഉപയോഗിക്കുന്നില്ലെന്നേ ഉള്ളൂ. വി ബട്ട് വെൽഡിന്റെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് വ്യത്യാസം വരുന്നത്. ഇതൊരു പ്ലേറ്റ് ആണ്, ഇങ്ങനെ 2 പീസായിട്ടുള്ള പ്ലേറ്റ് ആണ്. അതിനെ ജോയിൻ ചെയ്യാൻ ഇത് 2 പ്ലേറ്റ് ആണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ ഒരു വെൽഡ്, വി ബട്ട് വെൽഡ് വഴി ജോയിൻ ചെയ്യുന്നതിനാണ് ഈ ഒരു സ്കെച്ച് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇതാണ് വി ബട്ട് വെൽഡ് ജോൾഡ്. ഓക്കെ, നമുക്കിതിങ്ങനെ ജസ്റ്റ് ഓരോ പ്ലേറ്റിനെ നമുക്കിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ഹാച്ചിങ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവോ. ഓക്കെ, ഇത്രേ ഉള്ളൂ വി ബട്ട് വെൽഡ് എന്നുള്ളത്, സിംഗിൾ വി ബട്ട് വെൽഡ്. ഓക്കെ, നമുക്കിത് തന്നെ ഫോർ എക്സാമ്പിൾ നമുക്കിത് പല രീതിയിൽ ചോദിക്കാം. ഇപ്പോൾ ഫുള്ള് ഞാൻ വരയ്ക്കുന്നില്ല. ഈ ഒരു പ്ലേറ്റ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്വയർ ബട്ട് വെൽഡ് എന്ന് ചോദിക്കുക, അത് ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ട് സാധാരണ പോലെ ഇങ്ങനെ ചെയ്യുക ഇതിനകത്ത് തന്നെ. അതേസമയം നമുക്ക് ബിവൽ ബട്ട് വെൽഡ് ഉണ്ട്. ബിവലിന് ഇത്രേ ഉള്ളൂ. ഇതിന് മറ്റേ വി ബട്ട് വെൽഡിന് വി പോലത്തെ ഷേപ്പായിരുന്നു. ബിവലിന് ഒരെണ്ണം സ്ട്രൈറ്റ്, ഒരെണ്ണം ഇങ്ങനെ ചെരിഞ്ഞും വരും. മറ്റേത് ഇങ്ങനെ തന്നെ സാധാരണ പോലെ കാണിക്കുക. ഇതാണ് ബിവൽ വി ബട്ട്. പിന്നെ വേറൊരെണ്ണം യു ബട്ട് വെൽഡ് ഉണ്ട്. അതിനൊരു ചെറിയൊരു യു പോലെ ഇങ്ങനെ ഫുൾ എത്തിച്ച് മുട്ടിച്ച് വരയ്ക്കരുത്. ഇങ്ങനെ ഒരു സംഭവം കൂടി കൊടുക്കുക. പിന്നെ ഇത് ഇങ്ങനെ തന്നെ വരച്ചു. ഓക്കെ, ഇതിനാണ് യു ബട്ട് വെൽഡ് എന്ന് പറയാം. പിന്നെ വേറെ വ്യത്യാസം തോന്നുന്നത് ഫില്ലറ്റ് വെൽഡ് ചോദിക്കുക. ഫില്ലറ്റിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ആദ്യം ഇതിങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് ഫില്ലറ്റ്. അതായത് ഒരു മെറ്റൽ പീസ് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിരിക്കുന്നതിന് ഇങ്ങനെ വെൽഡ് ചെയ്യുന്നത്. അത് മറുവശത്തും ഇതുപോലെ തന്നെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫില്ലറ്റ് വെൽഡ്. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ തന്നെ ഒരു പ്ലേറ്റിലോട്ട് വേറൊരു പ്ലേറ്റ് കുത്തനെ വെച്ച് വെൽഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സൈഡ് വെൽഡ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെ മെയിനായിട്ട് ചോദിക്കാം. പിന്നെ വേണമെങ്കിൽ സീം വെൽഡ് ചോദിക്കാം, സ്പോട്ട് വെൽഡ് ചോദിക്കാം. സ്പോട്ട് വെൽഡിന് ജസ്റ്റ് ഇങ്ങനെ 2 പ്ലേറ്റ് വെച്ചിട്ട് ഇപ്പോൾ 2 പ്ലേറ്റ് ഇങ്ങനെ കൊടുക്കാം, ഒരു പ്ലേറ്റ് ഇവിടെയും കൊടുക്കാം. ഓക്കെ, ഇതിനെങ്ങനെ 2 പ്ലേറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം. ഇവിടെ ഒരു വെൽഡ്. ഓക്കെ, ഇതിനാണ് സീം വെൽഡിങ് എന്ന് പറയുക. ഓക്കെ, ഓരോ സ്പോട്ട് പോലെ ചെറിയൊരു കുത്തു പോലെ ഉണ്ടാവുള്ളൂ സീം ബിൽഡിങ്ങിന്. സ്പോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും സെയിം ഇതുപോലെ തന്നെ. ഇതിപ്പോൾ സ്പോട്ടാന്ന് ഇരിക്കട്ടെ, ഇതിന് സ്പോട്ടാണെങ്കിൽ സീം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇതിന്റെ പുറത്ത് ഇതിന്റെ അടിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈൻ പോലെ പോകുന്നുണ്ടാവും, ഇതിന്റെ അടിയിൽ പോകുന്നുണ്ടാവും. ഓക്കെ, സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ കുത്ത് മാത്രമേ കാണത്തുള്ളൂ, ഏതെങ്കിലും ഒരു സ്പോട്ടി മാത്രമേ, ഇതുപോലെ സ്പോട്ട് മാത്രമേ കാണത്തുള്ളൂ. സീം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തോടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അതാണ് സീം വെൽഡ്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളു വെൽഡിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള സ്കെച്ചസ്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസുള്ള എളുപ്പത്തിന് വി ബട്ട് വെൽഡോ ഫില്ലറ്റോ
അങ്ങനെ ഇതിനകത്തുള്ള സ്ക്വയർ ബട്ടോ അല്ലെങ്കിൽ ബിബലോ അല്ലെങ്കിൽ യുവോ ഇതൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു പ്ലെയിൻ സ്കെയിലിൻ്റെ ക്വസ്റ്റ്യനാണ്. പ്ലെയിൻ സ്കെയിലിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഓക്കെ, ആദ്യം തന്നെ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. കൺസ്ട്രക്ട് എ പ്ലെയിൻ സ്കെയിൽ ഓഫ് RF 1/25 ആൻഡ് ലോങ് ഇനഫ് ടു മെഷർ അപ് ടു 4 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 4 മീറ്റർ വരെ അളക്കാൻ പറ്റുന്ന ഒരു പ്ലെയിൻ സ്കെയിൽ ഉണ്ടാക്കുക. നമുക്ക് 4 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പേപ്പർ തന്നെ മാക്സിമം ഒരു 1/2 മീറ്ററിൽ താഴെ ആയിരിക്കും ഉള്ളത്. ഒരു 30 സെന്റിമീറ്ററോ 40 സെന്റിമീറ്ററോ ഒക്കെ ഉണ്ടാവുക നമ്മുടെ പേപ്പർ. ഈ പേപ്പറിനകത്ത് നമുക്ക് 4 മീറ്റർ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് 1/25 എന്നുള്ള RF തന്നിരിക്കുന്നത്. RF ഈസ് ഈക്വൽ ടു 1/25. ഓക്കെ, അതായത് ആക്ച്വൽ 25 മീറ്റർ ഉണ്ടെങ്കിൽ അത് ഒരു മീറ്റർ ആയിട്ട് നമ്മൾ ചുരുക്കും. ഓക്കെ, ആക്ച്വൽ 25 സെന്റിമീറ്റർ ആണെങ്കിൽ അതിനെ 1 സെന്റിമീറ്റർ ആയിട്ട് ചുരുക്കും. ഇത് താഴത്തെ ആക്ച്വലും താഴത്തെ ആക്ച്വലും മുകളിലത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് ഈ RF എന്നുള്ള റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ കേസിലാണെങ്കിൽ 1/25 ആണ്. നമുക്ക് ആക്ച്വലായിട്ട് പറഞ്ഞിരിക്കുന്നത് 4 മീറ്റർ വരെ കാണിക്കണം. 4 മീറ്റർ നമ്മൾ സെന്റിമീറ്ററിലോട്ട് ആക്കുമ്പോഴത്തേക്കും 400 എന്നുള്ളതായി. ഓക്കെ, അപ്പോൾ മുകളിൽ നമുക്ക് എത്ര പ്ലെയിൻ സ്കെയിലിന്റെ എത്ര വരയ്ക്കണമെന്നുള്ളതാണ് ഈ എക്സ് എന്ന് വേണമെങ്കിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1/25 ഈസ് ഈക്വൽ ടു x/400 നമുക്ക് ഈ 400 നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, 400 ഡിവൈഡ് ബൈ 25 ഈസ് ഈക്വൽ ടു x/1 എന്നാക്കി. ഓക്കെ, അപ്പോൾ 400/25 എന്നുള്ളത് 16 ആണ്. 16/1 ഈസ് ഈക്വൽ ടു x/1 എന്നായി. അതായത് x ഈസ് ഈക്വൽ ടു 16 സെന്റിമീറ്റർ എന്നായി. നമ്മൾ സെന്റിമീറ്ററിലോട്ടാണ് ഇതിനെ 400ൽ 4 മീറ്ററിനെ സെന്റിമീറ്ററിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് 16 സെന്റിമീറ്റർ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട നീളം കിട്ടി 16 സെന്റിമീറ്റർ. അതൊന്ന് ആദ്യം ഞാൻ 16 സെന്റിമീറ്റർ ഞാൻ നമ്മുടെ പേപ്പറിലോട്ട് വരച്ചു. 16 സെന്റിമീറ്റർ ഞാൻ ഇങ്ങനെ വരച്ചു. പെൻസിലാണ് വരയ്ക്കേണ്ടത്. പെൻസിലിന് വരച്ചിട്ട് തെളിച്ചം കുറവുള്ളത് കൊണ്ട് ക്ലിയർ ആയിട്ട് കാണാത്തത് കൊണ്ടാണ് ഞാൻ ഈ പേനയ്ക്ക് വരച്ചത്. ഓക്കെ, നമുക്ക് 4 മീറ്റർ വരെ കാണിക്കാൻ പറ്റണം. അതിനകത്ത് 2.9 മീറ്ററും കാണിക്കണം, 1.6 മീറ്ററും കാണിക്കണം എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 4 മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ മീറ്റർ വീതമുള്ള 4 പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതായത് 4 മീറ്റർ 16 സെന്റിമീറ്ററിനെ 4 മീറ്റർ ആക്കി ആ 4 മീറ്ററിനെ ഓരോ മീറ്ററിലോട്ട് മാറ്റുക. അതായത് 4 കുത്തിട്ടു, 8 കുത്തിട്ടു, 12 കുത്തിട്ടു, 16. ഓക്കെ, അങ്ങനെ 4 ഈക്വൽ പോർഷൻസ് ആക്കി ഇങ്ങനെ മാറ്റി. ഇനി മുകളിലോട്ട് ഇതാണ് നമ്മുടെ 16 സെന്റിമീറ്റർ ഞാൻ ആദ്യം താഴത്തോട്ട് വരച്ചു. ഇനി മുകളിലോട്ട് നമുക്ക് സൗകര്യപ്രദമായൊരു ഡിസ്റ്റൻസ് എടുക്കുക. നമുക്ക് ഈ സ്കെയിൽ തന്നെ എടുക്കുക. നോക്കി, ഇതിന് ഇതാ ഓക്കെ, ഈ സ്കെയിൽ എടുക്കുക. ഇതാണ് കാണത്തില്ല. ഈ സ്കെയിലിന് ഇതാണ് നമ്മുടെ നീളമെങ്കിൽ അതിന്റെ വീതി എത്രയാണ്? ഓക്കെ, ഇത് 15 സെന്റിമീറ്ററുള്ള സ്കെയിൽ. അതിന് വീതി ഒരു 2 അല്ലെങ്കിൽ 3 സെന്റിമീറ്റർ ആണ് മാക്സിമം, 2.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന് ആനുപാതികമായിട്ട് നമുക്ക് ഇത്ര ഉള്ളൊരു സ്കെയിൽ ആണെങ്കിൽ അതിന് ഞാൻ വേണമെങ്കിൽ ഒരു 3 സെന്റിമീറ്റർ കൊടുക്കാം. ഓക്കെ, 4 അല്ലെങ്കിൽ 3 അതായിരിക്കും ഉചിതം. ഇതൊന്നും ഒരിക്കലും ആർക്കും തീർത്ത് പറയാൻ പറ്റാത്ത കേസ്. അതായത് നിങ്ങൾക്ക് 3 എടുക്കാവുള്ളൂ അല്ലെങ്കിൽ 4 എടുക്കാവുള്ളൂ എന്ന് തീർത്ത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളവരെണ്ണം എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 എടുത്തു, നിങ്ങൾക്ക് 4 വേണമെങ്കിൽ 4. ഓക്കെ, എന്നിട്ട് ഇത് ഓരോ പോർഷനിൽ നിന്ന്, അതായത് ഓരോ മീറ്ററിൽ നിന്നും ഞാൻ മുകളിലോട്ട് ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് വെച്ചു. ഓക്കെ, അപ്പോൾ ഇത് 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ. നമ്മൾ ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്നത് 4 മീറ്ററിനെ 400 സെന്റിമീറ്റർ ആയിട്ട് മാറ്റി നമ്മൾ RF, അതായത് 1/25 നമ്മൾ ഇതിനകത്ത് ആക്ച്വൽ ഡിസ്റ്റൻസ് 4 മീറ്ററിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടുള്ള 16 സെന്റിമീറ്ററിലോട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ആ 16 സെന്റിമീറ്റർ 4ആയിട്ട് തിരിച്ചു. അങ്ങനെ നമുക്ക് ഓരോ മീറ്റർ വീതം കിട്ടി. ഓക്കെ, നമുക്ക് ഈ ഒരു പോർഷനെ വീണ്ടും നമുക്ക് ഇപ്പോൾ 1.6ഉം 2.9 മീറ്ററാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് 2.9ഉം 1.6ഉം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് 2 മീറ്റർ, 3 മീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ, 4 മീറ്റർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണിക്കാം. പക്ഷെ 0.6 കാണിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷനെ വീണ്ടും 10 ഈക്വൽ പൊസിഷനിൽ അല്ലെങ്കിൽ ഈക്വൽ പോർഷനിലായിട്ട് മാറ്റണം. ഓക്കെ, അതിനുവേണ്ടി ഞാനിങ്ങനെ ഒരു ലൈൻ ഞാൻ നീട്ടി വരച്ചു. അതിനകത്ത് 0.5 വെച്ച് ഞാൻ 1, 2, 3, 4, 5, 6, 7,
8, 9, 10, 5 സെൻറ്റിമീറ്റർ വരെ 0.5 വെച്ച് 5 സെൻറ്റിമീറ്റർ വരെ ഞാൻ ഓരോ മാർക്ക് എടുത്തു. എന്നിട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ മുട്ടിച്ചു. എന്നിട്ട് ഇതിന് പാരലൈൻസ് ഞാൻ ഇങ്ങനെ വരച്ചു. ഈ പോയിന്റുകളിൽ നിന്നെല്ലാം പാരലൈൻസ് വരച്ചു. ഓക്കെ, ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നോക്കി ഇങ്ങനെ പൊക്കി വരയ്ക്കാം. ഈ പോയിന്റിൽ നിന്ന് വീണ്ടും നമ്മൾ പൊക്കി വരയ്ക്കാം. ഇങ്ങനെ ഓരോ ലൈൻ ഇതെല്ലാം പാരലൽ വരയ്ക്കാം. ഇതിപ്പോൾ ഇങ്ങനെ നേരെ വരണമെന്ന് നിർബന്ധമില്ല. ഇതിപ്പോൾ നീണ്ടുപോയിട്ട് ഇങ്ങനെ വരച്ചിട്ടാണെങ്കിലും നമുക്കിത് ഈക്വലായിട്ട് കിട്ടിയാൽ മതി. ഓക്കെ, ഇത് യാദർശികമായിട്ട് നേരെയായി പോയെന്നേ ഉള്ളൂ. നേരെ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ഓരോ 10 ഈക്വൽ പോർഷൻസ് ആയിട്ട് കിട്ടി. ഓക്കെ, ഇത് ഓരോന്നും 10 സെന്റിമീറ്റർ വീതമാണ്. ഓക്കെ, ഇതൊരു മീറ്റർ, ഇത് വേറെ ഒരു മീറ്റർ. ഓക്കെ, ഈ ഒരു മീറ്ററിന് നമ്മൾ 10 ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 10 സെന്റിമീറ്റർ വീതമായി. അപ്പോൾ നമുക്ക് ആദ്യം കാണിക്കേണ്ടത് 2.9 മീറ്റർ ആണ്. ഇത് 1 മീറ്റർ, ഇത് 1 ഇവിടെ 0 ഇടാം, ഇവിടെ 1 ഇടാം, 2 മീറ്റർ, 3 മീറ്റർ. ഇത് ഇങ്ങോട്ടും 1 മീറ്റർ, ഇങ്ങോട്ടും 1 മീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് 2.9, അതായത് 2 മീറ്റർ ഇവിടെ. 0.9 എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് 9. അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം ഞാൻ ഇങ്ങനെ പൊക്കി ഒരു ലൈൻ വരച്ചു. ഇവിടെ നിന്ന് ഞാൻ പൊക്കി ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഇതിന് ഞാനിങ്ങനെ 2. ഇവിടെ മുതൽ ഇവിടം വരെ 2.9 മീറ്റർ ആണ്. അതിവിടെ എഴുതി. ഓക്കെ, അടുത്തത് 1.6 ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് 1 മീറ്ററാണ്. ആ 1 മീറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങനെ പൊക്കി 0.6, അതായത് 60 സെന്റിമീറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങനെ പൊക്കി. അത് ഞാനിങ്ങനെ യോജിപ്പിച്ച് 1.6 മീറ്റർ എന്ന് എഴുതി. ഈ സ്കെയിലിനകത്ത് നമുക്ക് 1.6 കാണിച്ചു, 2.9 മീറ്ററും കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ലെങ്ത് പറഞ്ഞിരിക്കുന്നത് 4 മീറ്റർ ആണ്. അതൊന്ന് ജസ്റ്റ് കാണിച്ചേക്കാം. അവിടെ ഇത് 4 മീറ്റർ എന്ന് കാണിച്ചു. ഇതിൻ്റെ നീളം നമുക്ക് കിട്ടിയത് 16 സെന്റിമീറ്റർ അല്ലെങ്കിൽ 160 മില്ലിമീറ്റർ ആണ്. ഓക്കെ, അതാണ് നമുക്ക് പ്ലെയിൻ സ്കെയിൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് മൂന്നാമത്തെ ഒരു ഓർ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചോദ്യം ആദ്യം, അതായത് ഓർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആദ്യത്തെ അല്ല രണ്ടാമത്തെ ഏതെങ്കിലും ഒന്ന് സോൾവ് ചെയ്താൽ മതി. രണ്ടിനും ഈക്വൽ മാർക്സ് ആണ്, 10 മാർക്ക്. ഏതെങ്കിലും ഒന്ന് ചെയ്താലും 10 മാർക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഡ്രോ സ്ക്രൂ ത്രെഡ് നോമൻക്ലേച്ചർ എന്നുള്ളത് ഞാൻ ജസ്റ്റ് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മറ്റേ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടേക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് അത് പോയി കണ്ടിട്ട് അങ്ങനെ ചെയ്താൽ മതി. അതായത് ഇതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ആൻഡ് എലിപ്സ് ആണ്. അപ്പോൾ അത് നമുക്കിവിടെ ചെയ്യാം. ഓക്കെ, കൺസ്ട്രക്ട് ആൻഡ് എലിപ്സ് വിത്ത് മേജർ ആക്സിസും പറഞ്ഞിട്ടുണ്ട്, മൈനർ ആക്സിസും പറഞ്ഞിട്ടുണ്ട്. യൂസിങ് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മേജർ ആക്സിസ് 100 mm ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യം ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതിൻ്റെ മിഡ് പോയിന്റ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം 5. ഇതിൻ്റെ മൈനർ ആക്സിസ് പറഞ്ഞിരിക്കുന്നത് പെൻസിലും കൊണ്ട് പറയണേ, സോറി. ഇതിൻ്റെ മൈനർ ആക്സിസ് പറഞ്ഞിരിക്കുന്നത് 60 mm ആണ്. അപ്പോൾ 3 മുകളിലോട്ടും 3 താഴത്തോട്ടുമായിട്ട് 60 mm ഞാൻ വരച്ചു. ഓക്കെ, ഇത് ഞാൻ കോമ്പസ് എടുത്ത് 2 സർക്കിൾ ആദ്യം ഞാൻ ഇതിൻ്റെ മൈനർ ആക്സിസ് വഴിയുള്ള സർക്കിൾ ഇങ്ങനെ വരച്ചു. മേജർ ആക്സിസ് വഴിയുള്ള സർക്കിളും വരച്ചുവിടുക. അതിനുശേഷം ഈ 2 പോയിന്റ് താഴത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലത്തെ മേജർ ആക്സിസ് വഴിയുള്ള സർക്കിളിലോട്ട് മുട്ടിച്ചിട്ടേക്കുക. ഓക്കെ, അതിനുശേഷം
ശ്രദ്ധിക്കേണ്ടത് ഇത് എ എന്നും ഇത് ബി എന്നും കൊടുക്കുക, ഇത് സി എന്നും ഡി എന്നും കൊടുത്തിട്ടേക്കുക. അതിനുശേഷം ഞാൻ ഈ ബിയിൽ കുത്തിയിട്ട് മിഡ് പോയിന്റ് വഴി മാർക്കിട്ട് അളന്നിട്ട് ഞാൻ ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്ത് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്ത്, അതുപോലെ തന്നെ ഈ പോയിന്റിൽ കുത്തി ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. അതിനുശേഷം ഈ പോയിന്റിൽ കുത്തി ഇവിടെ ആർക്ക് കട്ട് ചെയ്തു. അതിനുശേഷം എയിൽ കുത്തിയിട്ട് ഇവിടെയും കട്ട് ചെയ്തു. നമ്മൾ ഈ സർക്കിളിനെ ഈക്വൽ പോർഷൻസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഈ ചെയ്തത്. ഓക്കെ, എന്നിട്ട് നമുക്കിത് മിഡ് പോയിന്റ് വഴി കടത്തി വിടുമ്പോഴത്തേക്കും ഈ പോയിന്റിൽ നിന്ന് മിഡ് പോയിന്റ് പോകുമ്പോൾ ഇവിടെ കട്ട് ചെയ്ത പോയിന്റിൽ ഓട്ടോമാറ്റിക്കലി വന്നോടും. ഓക്കെ, വീണ്ടും നമുക്കിത് മിഡ് പോയിന്റ് വഴി കടത്തി വിടാം. അത് ഇത് ഈ പോയിന്റിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അടുത്തത് വീണ്ടും മിഡ് പോയിന്റ് വഴി വിടുമ്പോഴത്തേക്കും നമുക്ക് ഈ പോയിന്റിൽ കിട്ടി. അടുത്തത് നമുക്ക് മിഡ് പോയിന്റ് വഴി വിടുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് P1 P2, അതായത് മേജർ ആക്സിസ് എന്ന് ഉദ്ദേശിക്കുന്നത് എലിപ്സ് ആണല്ലോ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എലിപ്സിന് ഇങ്ങനെ ഇരിക്കും എലിപ്സ്. ഓക്കെ, അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ളതാണ് ഈ മേജർ ആക്സിസ്. അതായത് ഈ എലിപ്സിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം ഇതാണ്. ഓക്കെ, വീതിയിൽ ഏറ്റവും നീളം കൂടിയത് മൈനർ ആക്സിസ്, അതായത് ഈ 2 പോയിന്റ്. അപ്പൊ ഈ 4 പോയിന്റ് നമുക്കറിയാം, ഇതിന്റെ ഇടയ്ക്ക് വരുന്ന പോയിന്റുകളാണ് അറിയാത്തത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ കിട്ടിയിരിക്കുന്ന 2 പോയിന്റ് വഴി രണ്ടും ഇങ്ങനെ കൊളീനിയറായിട്ട് വെക്കുക. ഇത് രണ്ടും ചേർത്ത് വെക്കാം. ഓക്കെ, ചേർത്ത് വെച്ചിട്ട് ഇതിന്റെ താഴത്തോട്ടും ഇതിൽ നിന്ന് മുകളിലോട്ടും വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ഈ പോയിന്റും കൂടി ചേർത്ത് വെക്കുക. അതായത് ഈ 2 പോയിന്റ് ചേർത്ത് വെക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഈ ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരും. അതിൽ നിന്ന് നമ്മൾ ഇതിനകത്തോട്ട് മുട്ടി ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ മുട്ടണം. അതിനനുസരിച്ച് വരച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 പോയിന്റിൽ നിന്നും ഇങ്ങോട്ടും വരച്ചിടുക. ഈ 2 പോയിന്റിൽ നിന്നും നമുക്ക് താഴത്തോട്ടും മുകളിലോട്ടും വരച്ചിടുക. ഇവിടെ നിന്നും അതുപോലെ തന്നെ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വരച്ചിട്ടു. ഇനി നമുക്ക് ഈ സൈഡിലോട്ടുള്ള പോർഷൻസ് വരയ്ക്കുക. അതായത് ഈ 2 പോയിന്റും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ മുട്ടും. ഈ 2 പോയിന്റ് കണ്ട, ഇത് രണ്ടും ഒരേ ലൈനിൽ വരേണ്ടതാണ്. ഇത് രണ്ടും വെച്ചിട്ട് ഇങ്ങോട്ടും വരച്ചു. ഇനി ഈ 2 പോയിന്റ് ഇതും വെക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും. ഓക്കെ, അതിനുശേഷം ഈ 2 പോയിന്റ് വെക്കുക. ഇങ്ങോട്ടും വെച്ചു. ഇനി നമുക്ക് നമ്മുടെ എലിപ്സ് വരയ്ക്കാം. ഇത് P1 P2, ഇത് P3, ഇത് P4, ഇത് P5, P6, P7, P8. നിങ്ങൾ ആരും പേനയ്ക്ക് ഇത് ചെയ്യരുത്. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ലൈറ്റായിട്ട് പെൻസിലിന് ചെയ്യുക. ഇനി അടുത്തത് വരയ്ക്കുമ്പോൾ ഈ പെൻസിൽ ഡാർക്കായിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മുടെ എലിപ്സ് ആണ്, നമുക്ക് ഉത്തരം എലിപ്സ് ആണ്, നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ എലിപ്സ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഉത്തരം ഹൈലൈറ്റഡ് ആയിരിക്കണം എപ്പോഴും. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത്രയും ചെയ്ത കാര്യങ്ങളെല്ലാം ലൈറ്റായിട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി ഈ വരയ്ക്കുന്ന എലിപ്സ് മാത്രം ഉണ്ടോ. ഇത് ഡാർക്കായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പേന ഉപയോഗിക്കുന്നത്. നിങ്ങൾ പക്ഷെ ആരും പേന ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഈ P1 P2 കഴിഞ്ഞിട്ട് ഡിയിലോട്ട് വേണം മുട്ടാൻ. ഓക്കെ, ചിലർക്ക് അബദ്ധം പറ്റുന്നത് നേരെ ഇങ്ങോട്ട് പോകേണ്ട മുട്ടിക്കും. ഇതിന്റെ മൈനർ ആക്സിസ് പറയുന്നത് ഇതിന്റെ വീതി കൂടിയ പോർഷൻസ് ആണ് ഈ മൈനർ ആക്സിസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഡിയിൽ നിന്നും അടുത്ത് 3 പോവുക, അത് കഴിഞ്ഞ് 4 പോവുക, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക. ഇവിടെ നിന്ന് നേരെ ഈ 5 വഴി 6 വഴി ഈ പോയിന്റിലോട്ട് മുട്ടിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ. ഇപ്പൊ നമുക്ക് വേണ്ടുന്ന എലിപ്സ് ഇങ്ങനെ കിട്ടി. ഇപ്പൊ ഈ എലിപ്സിന് ചെറിയ ചെറിയൊരു അവിടെ ഇവിടെയൊക്കെ ചെറിയ സ്മൂത്ത് അല്ലാത്ത പോലെ തോന്നാം. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. മാർക്ക് ഇടുമ്പോഴത്തേക്കും അതിന് കാര്യമായിട്ടുള്ള മാർക്ക് കുറയ്ക്കത്തില്ല. കാരണം ഇത് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. സ്മൂത്ത് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 സെന്റർ മെത്തേഡ് ഒന്ന് ഉപയോഗിച്ചുള്ള, അതായത് എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ 4 സെന്റർ മെത്തേഡ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഡയറക്ട്രിക്സ് മെത്തേഡ് ഉപയോഗിക്കാം. അതുകൂടാണ്ട് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് ഉപയോഗിക്കാം. പല മെത്തേഡുകളുണ്ട്. ഇതുകൂടാണ്ടും ഇതിനകത്ത് 4 സെന്റർ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എലിപ്സിന്റെ ഈ കർവെല്ലാം സ്മൂത്ത് ആയിട്ട് തന്നെ കോമ്പസിന് തന്നെ വരയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് കൈ കൊണ്ട് വരയ്ക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ചെറിയ അപാതകൾ സ്മൂത്ത് അല്ലാത്ത പോലെ തോന്നാം. അത് പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ 3rd ക്വസ്റ്റ്യൻ. ഇതിന്റെ ഓർ ക്വസ്റ്റ്യൻ ഞാൻ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് 4th ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, 4ാമത്തെ ചോദ്യം, അതായത് മാക്സിമം മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഒരു അസംബ്ലി ഡ്രോയിങ്ങിൽ നിന്നാണ് വേണമെങ്കിൽ പറയാം, കാരണം ഇതൊരു അസംബിൾഡ് വ്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. പക്ഷെ ഇത് റീഡ്രോ ദി ഫിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഫിഗർ റീഡ്രോ ചെയ്യുക, തന്നിരിക്കുന്ന ഡയമെൻഷനിൽ റീഡ്രോ ചെയ്യുക. തന്നിരിക്കുന്ന ഒരു ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ഇത് ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പടം നോക്കിയിട്ട് ഇതിന്റെ ടോട്ടൽ ലെങ്ത്, അതായത് ഇതിന്റെ ഏറ്റവും നീളം കൂടിയ ഭാഗം 225 mm ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 225 mm നമ്മൾ ആ പേപ്പറിലും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അതായത് ഇത് 200 mm, 225 എന്ന് പറയുമ്പോൾ 22.5. ഓക്കെ, അപ്പൊ അത് വെച്ച് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മളൊരു സെൻട്രൽ ലൈൻ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചിടുക. ഇതിപ്പോ ഞാൻ A4 സൈസ് ഷീറ്റിലാണ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പരിധിയുണ്ട്. ഒരു നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണമല്ലോ. മറ്റേത് നിങ്ങൾക്കൊരു വലിയ പേപ്പർ ആയിരിക്കും, അതുകൊണ്ട് ഇത്രയും കുഴപ്പമില്ല, നമുക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇച്ചിരി സ്ഥലം ഉണ്ടാവും. ഞാൻ എന്നിട്ട് ആദ്യം ഒരു സെൻട്രൽ ലൈൻ വരച്ചു. എന്നിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു ഇതിന്റെ ടോപ്പ് വ്യൂ, അതായത് ഇതിന്റെ പ്ലാൻ ഞാൻ ഇതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പ്ലാൻ ഞാൻ വരയ്ക്കുവാണ്. പ്ലാനിന് ഇതിന്റെ നീളം 225 ആണ്. അപ്പൊ ഞാൻ ആദ്യം 11.25 ഒരു സൈഡിലോട്ടും 11.25 മറ്റേ സൈഡിലോട്ടും എടുത്തുകൊണ്ട് 11.5 എടുത്തിട്ടുണ്ടെങ്കിൽ 11 എടുത്തിട്ടുണ്ടെങ്കിൽ 22 ആവും. 11.4 എടുത്തിട്ടുണ്ടെങ്കിൽ 22.5 ആവും. ഓക്കെ, 22.5 അങ്ങോട്ടും 22.5 ഇങ്ങോട്ടുമായിട്ട് ഇതിന്റെ ആദ്യത്തെ ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇതിന്റെ ടോട്ടൽ ഇതിന്റെ വിഡ്ത്ത് പറഞ്ഞിരിക്കുന്നത് 70 ആണ് പറഞ്ഞിരിക്കുന്നത്. ആ 70 ഞാൻ ജസ്റ്റ് താഴത്തോട്ട് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഞാൻ 11.4 അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് ഒരു ലൈൻ വരച്ചു. എനിക്ക് ഇങ്ങനെ കിട്ടി. ഇത് ഞാൻ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യേക്കാം, 70 തന്നെയാണിത്. ഓക്കെ, അത് 70 ഇങ്ങോട്ടും ആ 70 ഇങ്ങോട്ടും ഞാൻ വരച്ചു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ ഏറ്റവും താഴത്തെ, അതായത് ഈ താഴത്തെ പോർഷൻ, ഇതിന്റെ താഴത്ത് വരുന്ന സ്കെയിൽ. ഓക്കെ, താഴത്ത് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ. അത് ഇതിന്റെ ഈ വിഡ്ത്ത് വരുന്നത്, ഇതിന്റെ ഹൈറ്റ് വരുന്നത് 73 ആണ് മാക്സിമം വരുന്നത്. അപ്പൊ അത് 73 കൊള്ളിച്ചുകൊണ്ട് ഞാൻ ആദ്യം ഇച്ചിരി താഴത്തോട്ടെടുത്ത് ഇവിടെ ഒരു പോയിന്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ വരച്ചിട്ട്, ഇവിടെ സെയിം തന്നെ 11.4 തന്നെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഞാനൊരു ലൈൻ ഇങ്ങോട്ട് വരച്ചിട്ടു. 22 അങ്ങോട്ടും 11.4 അങ്ങോട്ടും 11.4 ഇങ്ങോട്ടും. ഓക്കെ, ഇതിന്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 12, ഇതിന്റെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 18 ആണ് പറഞ്ഞിരിക്കുന്നത്. ആ 18 ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഒരു ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചെടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ 18ന്റെ ഹൈറ്റ് ഞാൻ ഇങ്ങനെ വരച്ചിട്ടു. 22.5 ഞാൻ ഇങ്ങോട്ട് വരച്ചിട്ടു. ഇതിങ്ങനെ കിടക്കട്ടെ, ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. അതിനുശേഷം നമുക്കിതിന്റെ ഇത് 110 പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ 2 ഫുഡ് സ്റ്റെപ്പിന്റെ ആ 2 ഇറങ്ങിയിരിക്കുന്നതിന്റെ ഔട്ടർ എഡ്ജ് പറയുന്നത് 110 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 110ന്റെ പകുതി 55 അങ്ങോട്ടും 55 ഇങ്ങോട്ടും വെച്ചോണ്ട് 110 ഞാൻ എടുത്തു. 110 എന്ന് പറയുമ്പോൾ 100 കഴിഞ്ഞ് ഒരു 10 കൂടെ എടുക്കാം. 110 ഇങ്ങോട്ടും എടുത്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ചിട്ടു. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ താഴത്തോട്ട് ഇങ്ങനെ ലൈറ്റായിട്ട് വരച്ചിട്ടേക്കാം. ഓക്കെ, അതങ്ങനെ നടക്കട്ടെ. പിന്നെ ഇതിന്റെ ഇന്നർ, അതായത് ബിയറിംഗ് ഇറങ്ങി നിൽക്കുന്ന ആ ഷാഫ്റ്റ് ഇറങ്ങി നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട് 50 പറഞ്ഞിട്ടുണ്ട്. ആ 50 ഞാൻ ഇതിന്റെ 25 അങ്ങോട്ടും 25 ഇങ്ങോട്ടും ആയിട്ട് 50 ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, 50 ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ടും മാർക്ക് ചെയ്തു.
ഇത് ലൈറ്റായിട്ട് വരയ്ക്കുക, ഇത് ഡാർക്കായിട്ടും ഇത് ലൈറ്റായിട്ടും വരച്ചിട്ട് അത്രയും വരച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഹൈറ്റ് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇവർ പറഞ്ഞിട്ടുണ്ട് അടിയിൽ നിന്ന് 73 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 73 എടുത്തോണ്ട് ഇതിൻ്റെ ഹൈറ്റ് ഞാനിങ്ങനെ 73 ഇവിടെ ഇങ്ങനെ എടുത്തു. എടുത്തു 73 ഞാൻ ഇങ്ങോട്ടും അങ്ങോട്ടും വരച്ചിട്ടു. ഓക്കെ, ഇത് ജസ്റ്റ് ഡാർക്കായിട്ട് നമുക്ക് വരച്ചിടാം. നമ്മൾ നോക്കിയിട്ട് സെയിം വരുന്ന പോലെ നമുക്ക് അങ്ങ് വരച്ചാൽ മതി. റീഡ്രോ എന്ന് ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം അടുത്തത് നമുക്ക് ഇതിൻ്റെ ഒരു സെൻട്രൽ ലൈൻ, ഇത് 70 35 ഞാനൊരു കുത്തെടുത്തിട്ട് ഒരു സെൻട്രൽ ലൈൻ ഇങ്ങനെ വരച്ചിട്ടു. ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈറ്റായിട്ട് ഇങ്ങനെ സെൻട്രൽ ലൈൻ വരച്ചിട്ടു. എന്നിട്ട് നമുക്ക് അവരടുത്ത പറഞ്ഞിട്ട് 80, ഇതിൽ നിന്ന് 80, അതായത് 40 അങ്ങോട്ടും 40 ഇങ്ങോട്ടും ഇതിൻ്റെ മിഡ് പോയിന്റ്, അതായത് ഇവിടെ ഒരു ചെറിയൊരു സർക്കിൾ ഇവർ പറഞ്ഞു. അതിൻ്റെ ഡയമീറ്റർ 16 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8 ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് വെച്ചുകൊണ്ട് 8 സെൻറ്റർ പോയിന്റ് വെച്ചുകൊണ്ട് നമ്മൾ 2 സർക്കിൾ ഇങ്ങനെ വരച്ചിടുക. നിങ്ങൾ ലൈറ്റായിട്ട് ഇങ്ങനെ സർക്കിൾ വരയ്ക്കാം. ചെറിയ സർക്കിൾ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്കിതിങ്ങനെ മൊനയും പെൻസിലും ഇതിൻ്റെ ഇടയിൽ നിന്ന് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. സൂക്ഷിച്ച് പതിയെ വരച്ചാൽ വേണ്ട, പതിയെ വരച്ചാൽ മതി. ഇതിന് ഇച്ചിരി സമയം എടുത്താലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, അത് വരച്ചു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ടർ എഡ്ജിൽ നിന്ന് താഴത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇതിങ്ങനെ ജസ്റ്റ് വരച്ചിടുക. ഇതിങ്ങനെ ജസ്റ്റ് വരച്ചിടുക. ഇങ്ങനെയാണ് ആ ലൈൻ കാണിച്ചിരിക്കുന്നത്. ആ ലൈൻ നമ്മളിങ്ങനെ ജസ്റ്റ് വരച്ചിട്ടാൽ മതി. ഇതിങ്ങനെ വരച്ചിട്ടു. ഓക്കെ, അടുത്തത് നമുക്ക് ഇവർ പറയുന്നുണ്ട് ഇതിൻ്റെ 25, അതായത് ഇവിടെ ഈ സംഭവം ഷാഫ്റ്റ് വന്ന് ഇടിച്ച് നിൽക്കുന്നത് 25. 25ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 12.5 അങ്ങോട്ടും 12.5 ഇങ്ങോട്ടും ആയിട്ട് നമുക്ക് 25ൻ്റെ 2 പോയിന്റ് എടുത്തു. ഇവിടെ 25, ആ 25 നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പോർഷൻ ഒരു 3 mm കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മായ്ച്ച് ലൈറ്റായിട്ട് വരച്ച് നിങ്ങൾ മാറ്റി. അതിവിടെ മാറ്റിട്ടു. ഓക്കെ, ഇതിങ്ങനെ 3 mm കയറ്റി ഇങ്ങോട്ട് വരയ്ക്കുക. ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് 3 mm ഇങ്ങോട്ട് വരച്ചു. ഇതിങ്ങോട്ട് 3 mm ഇങ്ങോട്ട് എടുത്തിട്ട് അളന്നിട്ട് ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, അതിങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു പറഞ്ഞ് 12 പറഞ്ഞിരിക്കുന്നത്. 12-ൽ ജസ്റ്റ് ഇവിടെ ഒരു മാർക്ക് എടുത്തു. ഇവിടെ നിന്നും 12-ലൊരു മാർക്ക് എടുത്തു. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ട് 3 mm കയറ്റി വരച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 mm കയറ്റി വരച്ചു. ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു കൊടുത്തേക്കാം. ഓക്കെ, അതും വരച്ചു. നമുക്കിതൊന്ന് ജസ്റ്റ് ഡാർക്കായിട്ട് വരച്ചേക്കാം. അതിനുശേഷം ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊട്രാക്ടർ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല. 45 mm ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് 45 mm ഏറെക്കുറെ വെച്ചിട്ട് ഇങ്ങോട്ട് ലൈൻ കട്ട് ചെയ്തു. ഓക്കെ, ഇത് ഇങ്ങോട്ട് സിമിട്രി ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് വെച്ച് ഇങ്ങോട്ടും ലൈൻ കട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ അത്രയും വരച്ചിട്ടു. അപ്പോൾ ഇതിൻ്റെ ഏറെക്കുറെ മെയിൻ ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സംഭവം പറയുന്നുണ്ട്. അതിൻ്റെ അളവ് 25ഉം 20ഉം. അപ്പോൾ ഇങ്ങോട്ട് 25. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ താഴത്തെ അളവ് പറഞ്ഞത് 155. ഇങ്ങോട്ട് ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്ററിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞു 155. 155ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 150ൻ്റെ പകുതി 7.5. പിന്നെ ഒരു 2.5 കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് 155. ഇവിടെ 155ൻ്റെ റൂട്ടാണ് എടുത്തത്. ഇതിൻ്റെ മുകളിലോട്ടുള്ളത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ചു. ഓക്കെ, ലൈറ്റായിട്ടാട്ടോ വരച്ചേ. ഇത് ഞാൻ ലൈറ്റായിട്ട് ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ പോയിന്റ് കിട്ടി, ഈ 2 പോയിന്റ് കിട്ടി. ഈ 2 പോയിന്റിൽ നിന്നും 20 അങ്ങോട്ടും, അതായത് ഈ വിഡ്ത്ത് 20 പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നത്
25 അപ്പോൾ 25ന്റെ പകുതി 12.5 അങ്ങോട്ടും 12.5 ഇങ്ങോട്ടുമായിട്ട് 25 ഇങ്ങോട്ട് വരച്ചു. ഓക്കെ, ഇത് 20. ഓക്കെ, ആ 20 വരച്ചു. 25 അത് വരച്ചു. ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൽ പാരലായിട്ടങ്ങ് വരച്ചാൽ മതി. ഇത് മുകളിലോട്ട് ഇത് ഇങ്ങോട്ട് 20, ആ 20 താഴത്തോട്ട് 25. അത് നമ്മൾ വരച്ചു. ഓക്കെ, ജസ്റ്റ് ഇതിങ്ങനെ ഹാച്ചർ അല്ലെങ്കിൽ ഡാഷ്ഡ് ലൈൻസിലാണ് വരച്ചിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വരച്ചിട്ടാണ് ഇത് ഇങ്ങനെ ഡാഷ് ലൈൻസിൽ ഇങ്ങനെ വരച്ചിട്ടു. ഓക്കെ, ഇത് ഇങ്ങോട്ടും വരച്ചിടുക. ഓക്കെ, ഇത് ഇങ്ങോട്ട് മുട്ടിക്കുന്ന ഭാഗങ്ങളെല്ലാം കറക്റ്റായിട്ട് തിക്ക് ലൈൻസിൽ തന്നെ വരച്ചിട്ടു. ഓക്കെ, അങ്ങനെ വരച്ചിട്ടു. പിന്നെ ഇതെല്ലാം മാർക്ക് ചെയ്യേണ്ടതും കൂടി ഉള്ളൂ, വേറെ ഇതിനകത്ത് ബാക്കിയെല്ലാം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ മെഷറിങ്, അതായത് നമ്മുടെ അളവുകളെല്ലാം കറക്റ്റായിട്ട്, ഡയമെൻഷനിങ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചെറുതിൽ നിന്ന് തുടങ്ങാം. ചെറുതിൽ നിന്ന് തുടങ്ങുവാനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴത്തോട്ട് വലുത് നമുക്ക് മാർക്ക് ചെയ്ത് പോകാം. ഇത് 25, അതിൻ്റെ തൊട്ട് താഴെ 25ൻ്റെ നേരെ തന്നെ ഇവിടുത്തെ 25 എല്ലാം മാർക്ക് ചെയ്തിടാം. ഓക്കെ, ഈ 25 മാർക്ക് ചെയ്തിടാം. ഈ 25 ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ഇവിടുത്തെ ഈ 12 മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ 155ൻ്റെ ഒരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യാം. 155 ഇതിൻ്റെ സെൻറ്റർ ടു ഇതിൻ്റെ സെൻറ്റർ ആയിരുന്നു. ഓക്കെ, ഈ സെൻറ്റർ ടു ഈ സെൻറ്റർ ആയിരുന്നു 155. അതിങ്ങനെ മാർക്ക് ചെയ്തു. അതിൻ്റെ താഴെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ്. ആ ടോട്ടൽ ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടു. അത് ടോട്ടൽ ലെങ്ത് ഇതെല്ലാം മാർക്ക് ചെയ്തിടാം. ഡയമെൻഷനിങ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാം. ഇത് 12, ഇത് 25, 155, ഇത് 155, ഇത് 225. അത്രയും മാർക്ക് ചെയ്തു. അതിനുശേഷം ഇത് 70 ആണ്. ആ 70 ഇവിടെ എഴുതി. ഓക്കെ, ഇതിൻ്റെ അളവ് 16 mm ഡയമീറ്റർ. ഓക്കെ, അതും മാർക്ക് ചെയ്തു. പിന്നെ ഇത് 20, ഇത് 25, അതും മാർക്ക് ചെയ്തിട്ടു. ഇത് 25. അങ്ങനെ എല്ലാ ഡയമെൻഷൻസും എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിടാം. ഇത് ഈ ആംഗിൾ കറക്റ്റായിട്ട് 45 ഇവിടെ എഴുതിയേക്കാം. ഓക്കെ, ഇത് 50 ആണ്. ഈ 50, അതിൻ്റെ തൊട്ട് താഴെ 80 ഉണ്ട്. അതായത് ഈ ലൈൻ പോകുന്ന 80 ആണ്. ഈ 80 ജസ്റ്റ് മാർക്ക് ചെയ്തിടാം. ഈ 80 ഇതും കൂടി കഴിയുമ്പോൾ ഒരുമാതിരി എല്ലാം നമ്മുടെ ആയി. ഇത് കഴിയുമ്പോൾ നമുക്ക് ഈ 110 ഉണ്ട്. 110, അതായത് ഇതിൻ്റെ ഔട്ടർ ടു ഔട്ടർ 110 ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡയമെൻഷനിങ് എല്ലാം ആയി. ഓക്കെ, ഇതാണ് നമ്മൾ റീഡ്രോ ചെയ്തത്. ഇതിപ്പോൾ നമുക്ക് വരച്ചിരിക്കുന്ന ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് ആണ്. ഇതിനകത്തൊരു ബുഷ്, അതായത് ഇതിനകത്തൊരു ജസ്റ്റ് ഒരു സീൽ, നമ്മളൊരു വാഷർ ഇടൂലേ, അതുപോലെ ഒരു സാധനം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിനാണ് ബുഷ്ഡ് ജേണൽ ബിയറിംഗ്, ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ബുഷ്ഡ് ബിയറിംഗ് എന്ന് വിളിക്കുക. ഇത് ആ ബുഷിന്റെ അളവ് നമുക്ക് അതിനകത്ത് തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ബുഷ്ഡ് ബിയറിംഗ്, അതായത് ഒരു പാക്കിംഗ് ആണ്, അത്രേ ഉള്ളൂ.
ഇത് സാധാ ഫുഡ് സ്റ്റെപ്പ് ബിയറിങ്. ഇത് ഇങ്ങനെ ബുഷ് വന്നു കഴിഞ്ഞാൽ ബുഷ്ഡ് ഫുഡ് സ്റ്റെപ്പ് ബിയറിങ് ആവും, അത്രേ ഉള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ള 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എളുപ്പമുള്ളതാണ്, നമ്മളത് ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ഇയറിൻ്റെ ഇത്തവണത്തെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത പരീക്ഷയ്ക്കേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ ലാസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കമൻറ്റിൽ പലരും ചോദിക്കുന്നുണ്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തരണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. ഇനി ഒരെണ്ണം ചോദിക്കരുത്, ഇനി അടുത്ത പരീക്ഷയ്ക്കേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഇലക്ട്രിക്കലിൻ്റെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.